സ്കോട്ട്ലാൻഡ് എത്തി. മോർണിംഗ് 8 o'clock ഡെലിവറി പറഞ്ഞിരുന്നത്. നമുക്ക് കറക്റ്റ് ടൈമിന് അവിടെ എത്തി. അവിടെ സാധനം ഡെലിവറി ചെയ്തിട്ട് പുതിയ കളക്ഷൻ എടുക്കാൻ വേണ്ടി പുതിയ സ്കോട്ട്ലാൻഡിൽ നിന്ന് ലണ്ടനിൽ അടുത്ത ട്രിപ്പ്. അപ്പോൾ ഇത് കിടക്കുന്ന ബസ് പാർട്ടാണ്, ബസ്സിൻ്റെ എന്തോ പാർട്ടാണ്, മെറ്റൽ പാർട്ട്. അപ്പോൾ അതൊക്കെ കയറ്റാനായിരുന്നു. അത് 3 പല്ലറ്റ് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ സുഖമുള്ള ലോഡായിരുന്നു, അധികം വെയിറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ആദ്യം ഹെഡ്സെറ്റൊക്കെ വെച്ച് ഒന്ന് ചില്ല് ചെയ്യണമൊക്കെ, കുറച്ച് നേരം പാട്ടൊക്കെ വെച്ച് 3 പല്ലറ്റാറ്, വലിയ ലോങ് പല്ലറ്റായിരുന്നു. ഏകദേശം 12,000 kilos ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 5 സ്ട്രാപ്പ് അടിക്കേണ്ടി വന്നു. 2 വലിയ പല്ലറ്റും 1 ചെറിയ പല്ലറ്റായിരുന്നു. ലോഡിങ് എല്ലാ പരിപാടിയും കുന്തം കൂടെ ചക്രം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇന്ത്യക്കാർന്ന് ട്രിപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ ലൂട്ടൻ വഴിന് പോവാം. അപ്പോൾ ഞാൻ വെച്ചാൽ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലൂട്ടന് കയറിയിട്ട് പോകാമെന്ന് വീട്ടിൽ കയറിയിട്ട് പോകുന്ന പ്ലാനായിരുന്നു. പക്ഷേ ആ പ്ലാൻ പറ്റിയില്ലെങ്കിൽ ഡ്രൈവിംഗ് ടൈം റീച്ച് ആയതുകൊണ്ട് നിർത്തി. പിന്നെ സ്കോട്ട്ലാൻഡിൻ്റെ ചില ഭാഗങ്ങൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറീസ് ഉണ്ടാകും. എനിക്ക് ഇനി എപ്പോഴും സ്കോട്ട്ലാൻഡ് പോകണമെന്നുണ്ടായിരുന്നു. ഇന്റർസമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ അടിപൊളിയായിരിക്കും എന്നൊക്കെ. അപ്പോൾ ഇനി ഒരു ദിവസം ട്രിപ്പായിട്ട് പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ പീസ്ഫുള്ളായിട്ടുള്ള കാമായിട്ടുള്ള ഏരിയയാണ് സ്കോട്ട്ലാൻഡ് എന്ന് പറയുന്നത്. കോടൽമഞ്ഞ കയറിയിട്ടൊക്കെ നിൽക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്യാണ്ടിരിക്കുക. അങ്ങനെ അടുത്ത് ഫസ്റ്റ് തന്നെ സർവീസ് സ്റ്റേഷൻ എത്തി. റഗ്ബിയിലുള്ള സർവീസ് സ്റ്റേഷൻ എത്തിയത്. പക്ഷേ എത്തിയപ്പോൾ ഒട്ടും സ്പേസ് ഉണ്ടായില്ല, പാർക്കിങ്ങേ ഇല്ലായിരുന്നു അവിടെ, ഫുള്ളായിരുന്നു. എല്ലാം ചില ട്രക്ക് വന്ന് റിട്ടേൺ ചെയ്ത് പോകണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ, ഞാൻ ട്രെയിനിങ് കൊടുത്ത ഒരു ആളുണ്ടായിരുന്നു, DB എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരൻ എൻ്റെ ട്രക്കിൽ ഞാൻ മുമ്പ് ഓടിച്ച് XHO NK74 XHO ഓടിച്ച് അവനവിടെ പാർക്ക് ചെയ്തിരിക്കണം. അവനക്ക് സ്പേസ് കിട്ടിയിട്ടില്ല, അപ്പം എനിക്ക് സ്പേസ് കിട്ടിയിട്ടില്ല. ഞാൻ സാധാരണ ഫുഡ് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഓവനില്ലാത്ത തന്നെ ഗ്യാസ് കത്തിച്ചിട്ട് പരിപാടി സെറ്റപ്പ് ചെയ്യാറ്. അപ്പോൾ ഇവന് ഈ ഡിബിനെ കണ്ടപ്പോൾ അവനടുത്ത് പറഞ്ഞാൽ അവൻ്റെ വണ്ടി കൊണ്ടുവരാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അവൻ്റെ വണ്ടിക്ക് തന്നെ വീണ്ടും കൊണ്ടുപോയി ഫോയിലൊക്കെ പൊതിഞ്ഞ് കൊണ്ടുപോയി. കാരണം ഓവനെല്ലാം 3 മിനിറ്റോടെ പരിപാടി ചെയ്യും. ഗ്യാസ് ആകുമ്പോൾ പാത്രം ചെമ്പ് കഴുകി വെക്കണം. അപ്പോൾ അവർ ബുദ്ധിമുട്ടാണ്. അവൻ്റെ അടുത്ത് പോയി അപ്പോൾ ആളൊക്കെ ഉറങ്ങാനുള്ള സെറ്റപ്പ് ആർന്നുമാണ്, ഫുഡ് കഴിക്കാണ്ടിരിക്കാറുണ്ട് ഡിബിനും. അപ്പോൾ അവിടെ പോയി. ഇതാണ് എൻ്റെ പഴയ വണ്ടി. ഇപ്പോൾ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. വണ്ടിയും ആമസോണും കുറേ നേരം ബ്രേക്ക് ടൈമും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ജോലിയിൽ അങ്ങനത്തെ ബ്രേക്കൊക്കെ കുറച്ച് കുറവാണ്. പിന്നെ ജോലി മാറുമ്പോൾ അതിൻ്റെ അനുസരിച്ച് ബുദ്ധിമുട്ട് നല്ലതൊക്കെ ഉണ്ടാവും. പിന്നെ ഇങ്ങനെ നമ്മുടെ ജോലിയല്ലേ, അതൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. അങ്ങനെ കടയെന്ന് വെച്ചാൽ ബാക്കി മന്തി ഉണ്ടായി, അതും കൂടെ കഴിച്ച് പുതിയ പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ പടം കണ്ട് സുഖമായി അവിടെ കിടന്നുറങ്ങി. പിന്നെ പിറ്റേ ദിവസം നമുക്ക് ട്രിപ്പുള്ളത് കെൻഡിക്കാർന്ന്. അപ്പോൾ നമ്മൾ ഏർലി മോർണിംഗ് അങ്ങനെ DHL അവിടെ കാർന്ന് ഡെലിവറി ഉണ്ടായിരുന്നത്. 3 പല്ലറ്റ് അവിടെ ഇറക്കി 8 മണിക്ക് പറഞ്ഞിരുന്നു. നമ്മൾ 7:30 ആയപ്പോൾ നമ്മൾ കമ്പനിയിൽ എത്തിയിരുന്നു. ലോഡിങ് ഒരു 20 മിനിറ്റ് ഉണ്ടായുള്ള ലോഡിങ് കഴിഞ്ഞ് നമ്മൾ പിന്നെ അടുത്ത ഡെസ്റ്റിനേഷൻ